1978 വിടരുന്ന മുട്ടുകൾ എന്ന സിനിമയിലൂടെയാണ് ഉർവശി സിനിമാ ലോകത്ത് വന്നത്. പിന്നീട് തന്റെ 13ാമത്തെ വയസ്സിലാണ് ആദ്യമായി നായികയായി അഭിനയിക്കുന്നത്. 1983 പുറത്തിറങ്ങിയ മൂന്തണ്ടനെ മുടിച്ച് എന്ന തമിഴ് സിനിമയായിരുന്നു ആദ്യമായി നായികയായി അഭിനയിച്ച റിലീസായ സിനിമ. ഈ സിനിമ വൻ വിജയം നേടി ഉർവശിയുടെ സിനിമാ ജീവിതത്തിൽ വഴിത്തിരിവായി. 1984 പുറത്തിറങ്ങിയ എതിർപ്പുകളാണ് ഉർവശി നായികയായി അഭിനയിച്ച ആദ്യ മലയാള സിനിമ. മമ്മൂട്ടിയാണ് ഇതിൽ നായകനായി അഭിനയിച്ചത്. 1985 മുതൽ 1995 കാലഘട്ടങ്ങളിൽ മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള നടിമാരിൽ ഒരാളായിരുന്നു ഉർവശി. ഈ കാലയളവിൽ 500-ലധികം മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ചു. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിലും അവർ വേഷമിട്ടിട്ടുണ്ട്. ഉത്സവമേളം, പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ട് എന്നീ സിനിമകൾക്ക് വേണ്ടി ഉർവശി കഥ എഴുതിയിട്ടുണ്ട്. പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ട് എന്ന സിനിമ നിർമ്മിച്ചതും ഉർവശി തന്നെയാണ്. ഇപ്പോൾ മലയാളത്തിലെ മൺമറഞ്ഞു പോയ കലാകാരന്മാരെ കുറിച്ച് സംസാരിക്കുകയാണ് നടി ഉർവശി. കൗമുദി മൂവീസിനോട് സംസാരിക്കുകയായിരുന്നു ഉർവശി. സ്ഫടികം സിനിമ രണ്ടാമതിറങ്ങിയപ്പോൾ ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം കരമന ജനാർദ്ദനൻ നായർ, തിലകൻ, KPC ലളിത, നെടുപിടി വേണു, അങ്ങനെ ഒരു പറ്റം ആൾക്കാർ ഇല്ലല്ലോ. ഇവരുടെ കൂടെ വർക്ക് ചെയ്തതൊക്കെ എന്തൊരു വലിയ സംഭവമായിരുന്നു. അവർ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് നമ്മളൊക്കെ എപ്പോഴും അമിത സ്വാതന്ത്ര്യം എടുത്തുപോയി. ആ വാല്യൂ ഞാൻ അറിഞ്ഞില്ല എന്നതാണ് തോന്നുന്നത്. അവരൊക്കെ എന്നെ കൊണ്ടു നടന്നവരായിരുന്നു, ഉർവശി പറഞ്ഞു.